ഒരു പ്ലെയറിനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടി മറ്റൊരു പ്ലെയറിനെ തള്ളിപ്പറയേണ്ട കാര്യമുണ്ട് നമുക്ക്. ഇക്കഴിഞ്ഞ ഇംഗ്ലണ്ട് സീരീസിലെ മുഹമ്മദ് സിറാജിന്റെ അത്യുജ്വലമായ പ്രകടനത്തിന് ശേഷം ബൂംറയുടെ വർക്ക് ലോഡ് മാനേജ്മെന്റ് ആണ് പലർക്കും പ്രശ്നം. ബൂംറ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കണം എന്നൊക്കെയാണ് ചിലർ പറയുന്നത്. ഈ പറയുന്നവർ മറന്നു പോകുന്ന ചില കാര്യങ്ങളുണ്ട്. ഏകദേശം ഒരു വർഷം മുമ്പ് 2007 ശേഷം ഇന്ത്യ ഒരു T20 വേൾഡ് കപ്പ് നേടുമ്പോൾ ആ ടൂർണമെന്റിലെ പ്ലെയർ ഓഫ് ദി സീരീസ് ആണ് ബൂംറ. 15 വിക്കറ്റ്, 8.26 ആവറേജിൽ. ഇനി ഈ കഴിഞ്ഞ ചാമ്പ്യൻസ് ട്രോഫിയിൽ ബൂംറയ്ക്ക് കളിക്കാൻ സാധിച്ചില്ല, പരിക്ക്. ആ പരിക്ക് എങ്ങനെ വന്നതെന്ന് ഓർമ്മയുണ്ടോ? 2024-2025 BGT ഓസ്ട്രേലിയയിൽ മാടിനെ പോലെ പണിയെടുത്തു. വേറൊരു ബോളറിന്റെയും കൈ സഹായമില്ലാതെ 5 ടെസ്റ്റും കളിച്ചു. ടോപ്പ് വിക്കറ്റ് ടേക്കറായി 32 വിക്കറ്റ് ഇട്ടു. 13.06 ആവറേജിൽ. ബൂംറയുടെ ആക്ഷൻ സിറാജിനെ പോലെയല്ല, അത് വ്യത്യസ്തമാണ്. ആ ആക്ഷന്റെ പ്രത്യേകത കൊണ്ടുകൂടിയാണ് ബൂംറയ്ക്ക് ഇത്ര കൃത്യതയോടെ ഇത്ര വേഗത്തിൽ ഡെഡ്ലി ആയിട്ട് പന്തെറിയാനായിട്ട് സാധിക്കുന്നത്. ലോക ക്രിക്കറ്റിൽ തന്നെ ഏറ്റവും മികച്ച ബോളർമാരിൽ ഒരാളായിട്ട് വിദഗ്ധർ ബൂംറയെ കണക്കാക്കുന്നതും ഈ ഒരു കാരണം കൊണ്ട് കൂടിയാണ്. ആ ആക്ഷന് അതിൻ്റെതായ റിസ്ക് എലമെന്റ്സ് ഉണ്ട്. ഇനി 2026 T20 വേൾഡ് കപ്പ് വരുന്നുണ്ട്. അതിനുശേഷം 2027 50 ഓവർ വേൾഡ് കപ്പും. ഈ 2 വേൾഡ് കപ്പും ബൂംറ കളിക്കേണ്ടത് ബൂംറയേക്കാൾ ഉപരി ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ആവശ്യമാണ്. അത് ഇന്ത്യൻ സെലക്ടേഴ്സിനും നല്ല വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് ബൂംറ ഇളക്കാൻ കോലെടുത്തവരോട് ഒന്നേ പറയാനുള്ളൂ, പേര് ജസ്പ്രീത് സിംഗ് ബൂംറ എന്നാണ്. നിങ്ങൾക്കുള്ള മറുപടി വഴിയേ വരും.